കന്നി രാശിക്കാരെ, ഒന്ന് നിൽക്കൂ, ഒരു നിമിഷം. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ ജ്യോതിഷ വിവരണമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ കഥയാണ്. ഒരു രഹസ്യം, ആകാശത്ത് ഗ്രഹങ്ങൾ ഒരുക്കിവെച്ച ഒരു അദ്ഭുതം, നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യം. ഈ നിമിഷം ആകാശത്ത് ഒരു അപൂർവ ഗ്രഹചേർച്ച നടക്കുകയാണ്. 150 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഗ്രഹസംഗമം. ഈ ശക്തി നേരിട്ട് വന്ന് പതിക്കുന്നത് കന്നി രാശിക്കാരുടെ ജീവിതത്തിലാണ്. ഇത് യോഗം, ഇത് വിധി, ഇത് 100% നടക്കാൻ പോകുന്ന ഒരു അദ്ഭുതം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഒരു ഉൾഭയം, എന്തോ ഒന്ന് ശരിയല്ല എന്ന ഒരു തോന്നൽ. ഒരു ചോദ്യം മനസ്സിൽ ഉണ്ടായിരുന്നു, എന്റെ ജീവിതം ഇങ്ങനെ ആകുമോ? ആ ചോദ്യത്തിന് ഇന്ന് ഞാൻ ഉത്തരം നൽകും. കന്നി രാശിക്കാരെ, നിങ്ങളുടെ രാശ്യധിപൻ ബുധൻ, ബുദ്ധിയുടെ ഗ്രഹം, വിശകലനത്തിന്റെ ഗ്രഹം, നിങ്ങൾ ചിന്തിക്കുന്നവർ, നിങ്ങൾ കഷ്ടപ്പെടുന്നവർ, നിങ്ങൾ ത്യാഗം ചെയ്യുന്നവർ. എന്നാൽ ആ ത്യാഗത്തിന്റെ ഫലം ഇനി കിട്ടാൻ പോകുകയാണ്. ആ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുകയാണ്. ഗുരുപെയർച്ചി, ഈ 2 വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ കന്നി രാശിക്കാരുടെ ഹൃദയം ഒന്ന് കുതിക്കണം. കാരണം വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ കർമ്മസ്ഥാനത്ത്, അതായത് 10ാം ഭാവത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സ്ഥാനം, ഇത് ജോലിയിൽ വലിയ നേട്ടം, ഉദ്യോഗ കയറ്റം, അംഗീകാരം, ശമ്പള വർധനവ്, ഇവ എല്ലാം ഉറപ്പു നൽകുകയാണ്. ഇത് ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കൂ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ കഠിനാധ്വാനവും, ഓരോ ത്യാഗവും, ഓരോ ഉറക്കമിളച്ചിരിക്കലും, ഇത് ആകാശം കാണുന്നുണ്ട്, ഗ്രഹങ്ങൾ കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. അതിന്റെ ഫലം ഇനി നൽകാൻ പോകുകയാണ്. ശനി, ഈ ഗ്രഹത്തെ ഭയക്കണ്ട. ശനി ഒരു ശിക്ഷകനല്ല, ശനി ഒരു ഗുരുവാണ്, ഒരു കർശനമായ ഗുരു. ഇപ്പോൾ ശനി നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. ഇതിനെ കണ്ടക ശനി എന്ന് പറയും. ഇത് ബന്ധങ്ങളിൽ ഒരു പരീക്ഷണ കാലമാണ്. ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ബിസിനസ് പങ്കാളിത്തത്തിൽ ജാഗ്രത വേണം. എന്നാൽ ഓർക്കൂ, ശനി ആ കണ്ടക ശനി കാലത്ത് തന്നെ നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടാൽ, ബന്ധങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ, ആ ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഒരു ഉറച്ച ജീവിതം നൽകും. ശനി ഒരിക്കലും ത്യാഗത്തെ കൈവെടിയില്ല. രാഹു ഇപ്പോൾ നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. ഇത് ഒരു അദ്ഭുത യോഗമാണ്. 6ാം ഭാവം ശത്രുക്കളുടെ സ്ഥാനം, രോഗത്തിന്റെ സ്ഥാനം, കടത്തിന്റെ സ്ഥാനം. ഇവിടെ രാഹു വന്നു നിൽക്കുമ്പോൾ ശത്രുക്കൾ ദുർബലരാകും, പഴയ കടങ്ങൾ തീരും, പഴയ അസുഖങ്ങൾക്ക് പ്രതിവിധി കിട്ടും. കേതു ഇപ്പോൾ 12ാം ഭാവത്തിലാണ്. ഇത് ആത്മീയ ഉണർവിന്റെ കാലമാണ്. ഈ ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ വിദേശയാത്രകൾക്ക് അവസരം ഉണ്ടാകും, ആത്മീയ ചിന്തകൾ ഉയരും, ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ യാഗം ഒടുവിൽ ഒരു വലിയ നേട്ടമായി മാറും. ഇനി ഒരു നിമിഷം ശ്വാസം പിടിക്കൂ, കാരണം ഞാൻ ഇനി പറയാൻ പോകുന്നത് അടുത്ത 7 നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന 3 വലിയ കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ, ഇത് ആകാശം നൽകുന്ന ഒരു സന്ദേശമാണ്. ഇത് ശ്രദ്ധിക്കൂ. മുതൽ ഘട്ടം, അടുത്ത 7 നാളുകളിൽ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് സ്ഥലത്ത് ഒരു അപ്രതീക്ഷിത അവസരം വരാൻ പോകുന്നു. ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു ഓഫർ വരും. അത് ചെറുതായി തോന്നിയേക്കും, പക്ഷേ ആ ചെറിയ വാതിൽ, അത് ഒരു വലിയ ഭവിഷ്യത്തിലേക്കുള്ള വഴിയാണ്. ആ അവസരം കൈ ഒഴിക്കരുത്. 2ാം ഘട്ടം, അടുത്ത 7 നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും. ആ വാക്കുകൾ ഒന്നുകിൽ നിങ്ങളുടെ ഹൃദയം ഉണർത്തും, അല്ലെങ്കിൽ ഒരു ബന്ധം വ്യക്തമാക്കും. ഒരു ബന്ധം കൂടുതൽ ശക്തിയാകും, അല്ലെങ്കിൽ ഒരു ബന്ധം ഇനി നിലനിർത്തേണ്ടതില്ല എന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. ശ്രദ്ധയോടെ കേൾക്കൂ. 3ാം ഘട്ടം, അടുത്ത 15 നാളുകൾക്ക് ഉള്ളിൽ ഒരു സാമ്പത്തിക ചലനം ഉണ്ടാകും. പണം വരാൻ ഒരു വഴി തുറക്കും. ചിലർക്ക് ഒരു കുടിശ്ശിക തിരിച്ചു കിട്ടും, ചിലർക്ക് ഒരു പ്രതീക്ഷിക്കാത്ത സ്രോതസ്സിൽ നിന്ന് ഒരു ധനലാഭം ഉണ്ടാകും. ഈ ഇന്ദ്രജാലം ഒരു ദൈവദാനമാണ്. ഈ 3 കാര്യങ്ങളും ഒരു കൂടിച്ചേരലാണ്, ഒരു തുടക്കം, ഒരു പുതിയ അധ്യായത്തിന്റെ ആദ്യ വരി. ഇത് ദൈവം നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സൂചനയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ഉറപ്പ്. ഇനി നമ്മൾ സംസാരിക്കാം ജോലിയെക്കുറിച്ച്. ഉദ്യോഗം ചെയ്യുന്ന കന്നി രാശിക്കാരെ, ഈ ഘട്ടം നിങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ്. 10ാം ഭാവത്തിൽ വ്യാഴം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ജോലിയിൽ ഒരു ഉയർച്ചയുടെ ഗന്ധം അനുഭവിക്കും. ആ ഉയർച്ചയ്ക്ക് ഇപ്പോൾ ആക്കം കൂടുകയാണ്. മേലധികാരികൾ നിങ്ങളെ ശ്രദ്ധിക്കും. ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഇടത്ത് ഇനി ഒരു പരിഹാരം ഉണ്ടാകും. ഒരു ഫെയിൽ ഓടും, ഒരു ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടാകും, ഒരു പ്രൊമോഷൻ ഉണ്ടാകും, ഒരു ഇൻക്രിമെന്റ് ഉണ്ടാകും. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യത ഏറ്റവും ഉയർന്നു നിൽക്കുകയാണ്. ബിസിനസ് ചെയ്യുന്ന കന്നി രാശിക്കാർ കേൾക്കൂ. 6ാം ഭാവത്തിൽ രാഹു ഉള്ളതിനാൽ ശത്രുക്കൾ ദുർബലരാകും. മത്സരം നിങ്ങൾക്ക് അനുകൂലമാകും. ഒരു ടെൻഡർ കിട്ടും, ഒരു കരാർ ഒപ്പിടും, ഒരു ക്ലയന്റ് നിങ്ങളെ തേടി വരും. ഈ ഭാഗ്യം ആകസ്മികമല്ല, ഇത് ദൈവനിശ്ചിതമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പ്, 7ാം ഭാവത്തിൽ ശനി ഉള്ളതിനാൽ ബിസിനസ് പങ്കാളികളുമായി ഉടമ്പടികൾ ഒപ്പിടുമ്പോൾ ജാഗ്രത വേണം. ഒരു ചെറിയ അശ്രദ്ധ ഒരു വലിയ നഷ്ടത്തിലേക്ക് നയിക്കും. ഓരോ കടലാസും ശ്രദ്ധിക്കൂ.
ഓരോ ഒപ്പും ശ്രദ്ധിക്കൂ. ഇനി ധനകാര്യം. ഈ ഘട്ടത്തിൽ കന്നി രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി ഒരു ഉണർവ് കാണും. ആദ്യം ഒരു ചെറിയ ഒഴുക്ക്, ചെറിയ ചെലവുകൾ, ചെറിയ ബാധ്യതകൾ ഉണ്ടായേക്കും. പക്ഷേ ഉടൻ ഒരു വരവ് ഉണ്ടാകും. ഒരു കടം തിരിച്ചു കിട്ടും. ഒരു നിക്ഷേപത്തിൽ ലാഭം ഉണ്ടാകും. ആറാം ഭാവ രാഹുവിന്റെ ശക്തി, കടബാധ്യതകൾ ഒഴിഞ്ഞു തുടങ്ങും. ഒരു ലോൺ ക്ലോസ് ആകും. ഒരു ഭാരം ഇറങ്ങി. ഒരു ആശ്വാസം വരും. സ്വർണ്ണ നിക്ഷേപം, ഭൂമി ഇടപാടുകൾ, ഇക്കാലത്ത് ഇവ ചിന്തിക്കുന്നത് നല്ലതാണ്. ദീർഘകാല നിക്ഷേപം ഇപ്പോൾ ആരംഭിക്കൂ. ഇനി ഞാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗത്തേക്ക് കടക്കട്ടെ, കന്നി രാശിക്കാരുടെ പ്രണയം. ഹൃദയം കൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. ഒരുപാട് ത്യാഗം ചെയ്യുന്നവരാണ്. പക്ഷേ ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ ചിലർക്ക് സമയം ഏറും. ഇന്ന് ഈ ഘട്ടത്തിൽ ആ ആഴം തിരിച്ചറിയപ്പെടും. ആരോ ഒരാൾ, ഒരു കണ്ണ് ഉണ്ടായ ആ ഒരാൾ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനം ഉണ്ടെന്ന് തിരിച്ചറിയും. ഒരു ബന്ധം ദൃഢമാകും. ഒരു ഹൃദയം അടുക്കും. പ്രണയ ജീവിതം ചിന്തിക്കുന്ന കന്നി രാശിക്കാർക്ക് ഈ നേരം ഒരു നല്ല വർത്തമാനം. അഞ്ചാം ഭാവ ശനിയുടെ സ്വാധീനം ഏഴാം ഭാവത്തിൽ ഉള്ളതിനാൽ ഉറ്റ ഒരു ബന്ധം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉറക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. പക്ഷേ ഒരു ജാഗ്രത, ദേഷ്യം ഒഴിവാക്കൂ. ആ ഒരൊറ്റ നിമിഷം, ദേഷ്യപ്പെടുന്ന ആ ഒരൊറ്റ നിമിഷം ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയേക്കാം. ആ വിള്ളൽ ഉണ്ടാക്കരുത്. ക്ഷമ ഒരു ഭൂഷണമാണ്. ഇത് ആ ഭൂഷണം ഉപയോഗിക്കേണ്ട കാലമാണ്. വിവാഹം ആഗ്രഹിക്കുന്ന കന്നി രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ശുഭ സന്ദേശം നൽകുന്നു. ബന്ധങ്ങൾ ഒത്തുചേരും. ഒരു ആലോചന ഉറക്കും. ഒരു ദിവസം ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകും. ആ ദിവസം ഇനി ദൂരെ അല്ല. ഇനി കുടുംബജീവിതം. ഏഴാം ഭാവ ശനിയുടെ കാലത്ത് ഗൃഹത്തിൽ ചെറിയ ഉരുസലുകൾ ഉണ്ടായേക്കാം. ഭർത്താവ് ഭാര്യ ബന്ധത്തിൽ ഒരു ചെറിയ അകൽച്ച വരാം. ഒരു ചെറിയ കണ്ണ് തെറ്റൽ ഉണ്ടാകും. ഈ ഉരുസൽ ഒരു ശത്രുത അല്ല, ഇത് ഒരു പ്രക്ഷോഭം. ഇതിൽ നിന്ന് ഒരു ആഴമേറിയ ഐക്യം ഉണ്ടാകും. ഞാൻ എന്ന് ചിന്തിക്കരുത്, നമ്മൾ എന്ന് ചിന്തിക്കൂ. ആ ഒരൊറ്റ ചിന്ത കുടുംബജീവിതം മാറ്റിമറിക്കും. ഒരു ചെറിയ ക്ഷമ, ഒരു ചെറിയ ഉൾക്കൊള്ളൽ, ഇത് ഒരു ദൃഢഭവനത്തിന്റെ അടിത്തറ ആകും. ആരോഗ്യം, ഇതൊരു സുപ്രധാന ഭാഗമാണ്. ആറാം ഭാവ രാഹുവിന്റെ സ്വാധീനത്തിൽ പഴയ അസുഖങ്ങൾക്ക് ഒരു ശരിയായ ചികിത്സ ഇക്കാലത്ത് കിട്ടാൻ സാധ്യത ഉണ്ട്. ഒരു ഡോക്ടർ ഒരു ഉചിതമായ ഉപദേശം നൽകും. ഒരു മരുന്ന് ഫലം ചെയ്യും. ഒരു ദീർഘകാല അസ്വസ്ഥത ഒഴിഞ്ഞു തുടങ്ങും. പക്ഷേ ജാഗ്രത വേണ്ട കാര്യങ്ങളും ഉണ്ട്. ഉദരസംബന്ധിയായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കൂ. ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണം അധികം കഴിക്കരുത്. ഒരു ക്ഷണദേഷ്യം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. മനസ്സ് ശാന്തമായാൽ ശരീരം ആരോഗ്യകരമാകും. വിദ്യാഭ്യാസം, വിദ്യാർത്ഥികളായ കന്നി രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ഊർജ്ജവർദ്ധനവ് അനുഭവിക്കും. ഒരു പഠനഭ്രമം ഉണ്ടാകും. ഒരു ഗുരു ഒരു ഉചിതമായ വഴി കാണിക്കും. ഒരു മത്സര പരീക്ഷ ഈ ഘട്ടത്തിൽ വിജയം ഉറക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഒത്താശ ഉണ്ടാകും. ഒരു പ്രവേശന ഒഴിവ് ഉണ്ടാകും. ഒരു സ്കോളർഷിപ്പ് ഉണ്ടാകും. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ദൈവം ഒരു വഴി തരും. ആ വഴി കണ്ണു തുറന്നു കാണും. വിദേശ അവസരങ്ങൾ, ഇത് ഒരു ഉത്സുക ഭാഗമാണ്. 12ാം ഭാവ കേതുവിന്റെ സ്വാധീനത്തിൽ വിദേശ ഭൂമിയിലേക്ക് ഒരു ക്ഷണം ഉണ്ടാകും. ഒരു വിസ ഒത്തുവരും. ഒരു ജോലി ഓഫർ വിദേശ ആകാശത്തു നിന്ന് വരും. ഈ ഒരു അവസരം, ഇത് ജീവിതം മാറ്റുന്ന ഒരു ഘട്ടമാകും. ഒരു പ്രവാസ് ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഘട്ടം ഒരു ഉണർവ്, ഒരു ഞെട്ടൽ, ഒരു ഇത് ഞാൻ ആഗ്രഹിച്ചത് എന്ന ഒരു ആനന്ദ നിലവിളി. ആത്മീയ ഉണർവ്, ഈ ഘട്ടത്തിൽ ദൈവഭക്തി ഉണർന്നു വരും. ദേവക്ഷേത്ര ദർശനം ഉണ്ടാകും. ഒരു ഗുരു ദർശനം ഉണ്ടാകും. ഒരു ദൈവസ്പർശം നിങ്ങൾ അനുഭവിക്കും. ഒരു ധ്യാന ആഭ്യാസം ഈ കാലത്ത് ആരംഭിക്കൂ. അത് നിങ്ങളുടെ മനസ്സ് ശക്തിപ്പെടുത്തും. ഇനി ഞാൻ ചില ഒളിഞ്ഞ അപകടങ്ങളെക്കുറിച്ച് പറയണം. ഈ ഘട്ടത്തിൽ ചില ശത്രുക്കൾ, നിങ്ങൾ കാണാൻ കഴിയാത്ത ശത്രുക്കൾ, ഒരു തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരു ഗൂഢ ഉപദ്രവം ഉണ്ടാകാം. ഒരു ഗോസിപ്പ്, ഒരു കള്ളക്കഥ, ഒരു ദ്രോഹശ്രമം, ഇതൊക്കെ ഈ ദിനങ്ങളിൽ ശ്രദ്ധിക്കൂ. ആർക്കും ഒരു രഹസ്യവും പറഞ്ഞു കൊടുക്കരുത്. ഒരു ചങ്ങാതി ഒരു ഒറ്റുകാരനാകാം. ഒരു ബന്ധു ഒരു ശത്രുവാകാം. ആ ജ്ഞാനം ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കൂ. ഇനി ഉപായങ്ങൾ ഹൃദയത്തോടെ പറയുകയാണ്. ദൈവപ്രതിഷ്ഠ ഉള്ള ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഒരു ദീപം കൊളുത്തു. ഒരു വിളക്ക്, ഒരു ദൈവദർശനം, ഇത് ആ ഗ്രഹദോഷങ്ങൾ ശമിപ്പിക്കും. ഒരു ഭഗവത്ഗീതാ ശ്ലോകം, ഒരൊറ്റ ശ്ലോകം, ഇത് ഒരു ദിവസം ഉരുക്കഴിക്കൂ. ബുധൻ ദേവനെ ആരാധിക്കൂ. ബുധൻ നിങ്ങളുടെ ഗ്രഹമാണ്. ഒരു ബുധഹോമം, ഒരു ബുധദർശനം, ഇത് ഈ ഘട്ടം ഫലം ദ്വിഗുണമാക്കും. ഒരു ദൈവദർശനം, ഒരു ജ്യോതിർദർശനം, ഇത് ആ ഗ്രഹശക്തി കൂട്ടും. ശനി ദോഷശമനത്തിന് ഒരു ശനിദേവ ക്ഷേത്ര ദർശനം ഒരൊറ്റ ശനിയാഴ്ച, ഇത് 7ാം ഭാവ ശനിയുടെ ദോഷം ശമിക്കും. ദൈവശക്തി ഒരിക്കലും ഒരു നിഷ്ഠ ഉള്ള ഭക്തനെ കൈ ഒഴിക്കില്ല. കന്നി രാശിക്കാരെ, ഞാൻ ഒരു കാര്യം ഉറച്ചു പറയട്ടെ. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു കഠിന ജോലി ഏറ്റു ജനിച്ചവരാണ്. ഒരുപാട് ഉത്തരവാദിത്വം, ഒരുപാട് കഷ്ടം, ഒരുപാട് ത്യാഗം, ഒരുപാട് കണ്ണ് നനഞ്ഞ ദിനങ്ങൾ, ഒരുപാട് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ നിമിഷങ്ങൾ. പക്ഷേ ഇതൊക്കെ വ്യർത്ഥമല്ല.
ഓരോ കണ്ണ് നനഞ്ഞ ദിനവും ഒരു ദൈവകൃപ ആകർഷിച്ചിരുന്നു. ഓരോ ത്യാഗവും ഒരു ദൈവ ഇഷ്ടം ആകർഷിച്ചിരുന്നു. ആ ശ്രദ്ധ, ആ കൃപ ഇനി ഫലമായി വരാൻ ആരംഭിക്കുകയാണ്. ഈ നേരം ഞാൻ ഒരു കാര്യം ഒരു ആശീർവാദ വാക്ക് ആയി നൽകുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരൊറ്റ കാര്യം, ആ ഒരൊറ്റ ആഗ്രഹം ഇനി ദൈവഹൃദയത്തിൽ ഉണ്ട്. ആ ആഗ്രഹം ദൈവം കേട്ടു. ആ പ്രാർത്ഥന ആകാശം കേട്ടു. ഉടൻ ഒരു ഉത്തരം വരും. അതിനാൽ ഇനി ഭയക്കരുത്. ഇനി ഒറ്റ തോന്നരുത്. ഇനി ഇത് നടക്കില്ല എന്ന് ഒരിക്കലും ഒരു നിമിഷം ഒരു വിചാരവും മനസ്സ് ഒരിടത്ത് ഇരുത്തരുത്. ഉണർന്ന് ഇരിക്കൂ. ജ്ഞാനമോടെ ഇരിക്കൂ. ദൈവഭക്തിയോടെ ഇരിക്കൂ. ഇനി വരുന്ന ഒരു ദൃശ്യം, ഒരു അഭൂതപൂർവ ഗ്രഹചേർച്ചയുടെ ഫലം ഈ ചാനലിൽ ഉടൻ കൊണ്ടുവരാൻ ഞാൻ ഒരുങ്ങുകയാണ്. ഈ ദൃശ്യം കണ്ടതിലും ഇരട്ടി ശക്തി ഉള്ളതാണ്. ആ ദൃശ്യം കാണാതെ ഒരു തീരുമാനവും ഇടരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഞൊടിക്കൂ. ആ ദൃശ്യം തീർച്ചയായും നിങ്ങൾ കാണും. കന്നി രാശിക്കാരെ, ദൈവകൃപ നിങ്ങളോടൊപ്പം ഉണ്ട്. ആകാശം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ ദിനങ്ങൾ ഒരു വഴിത്തിരിവ് ആണ്. ഒരു ഉദ്ഘാടനം. ഒരു ആദ്യ അധ്യായം. ഹൃദയം നിറഞ്ഞ് ആ ദൈവ ആശീർവാദം ഇന്ന് നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ജ്യോതിസ് ഉണ്ടാകട്ടെ. ജ്യോതിർ ഉദ്ഗ്രഹം ഉണ്ടാകട്ടെ.